ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മളെ ചെരുപ്പുകൾ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചെരുപ്പുകളാണെങ്കിലും സ്കൂൾ ഷൂ ആണെങ്കിലും കുട്ടികളുടെ അതിങ്ങനെ ക്ലീൻ ആക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അത് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കണം നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഷൂവും ഒരു ക്രോക്സും എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതൊരു ബൗൾ എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ട് വലിയൊരു നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റ ഷൂ ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു ഹാഫ് പീസ് നാരങ്ങ എടുത്താൽ മതി കേട്ടോ. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. അതിന് നീര് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. 2-3 മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ ഈ നാരങ്ങ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ കുരുകളില്ലേ അതവിടെ മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ കഴുകുന്ന ആ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുരു ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ കുരു എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അല്ലേ, സോഡ പൊടിയിൽ അതിട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയില്ല, ബേക്കിംഗ് സോഡ അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റാണ് ക്ലീനിങ്ങിന് ഇട്ടാ. സൂപ്പർ റിസൾട്ടാണ് അത് ഇട്ട് ക്ലീൻ ചെയ്താൽ. ഇനി നമ്മൾ ഗോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, അത് കുറച്ചിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും അത് ഉപയോഗിക്കാം കേട്ടോ. അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ ഗോൾഗേറ്റും അതുപോലെ ബേക്കിംഗ് സോഡ ഒക്കെ നന്നായിട്ട് അതിൽ നല്ല മിക്സ് ആവണം. ഗോൾഗേറ്റ് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ ബ്രഷ് ചെയ്യാൻ മാത്രമല്ല ക്ലീനിങ്ങിനും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഗോൾഗേറ്റൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗോൾഗേറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് വേണം. ഈ ബ്രഷ് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ബ്രഷ് നമുക്കിത് ക്ലീനിങ്ങിനായിട്ട് പല യൂസ്ഫുള്ളും ഇതേപോലെ ബ്രഷിനെ കൊണ്ട് നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കളയാതെ ഒന്ന് എടുത്ത് വയ്ക്കുക. പല ക്ലീനിങ്ങിനും നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാം. നമുക്ക് ചപ്പറെടുക്കുക, ഇതുപോലെ എടുത്തിട്ട് തേച്ച് കൊടുക്കുക. അധികം ബലം പിടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് തന്നെ മെല്ലെ അതിൽ മുക്കുക, ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കുക കേട്ടോ. അധികം ബലം പിടിച്ചിട്ട് ഉപയോഗിക്കുക. അങ്ങനെ കൈയിട്ട് ഉരച്ച് കഴുകൊന്നും വേണ്ട. ഇതുപോലെ മെല്ലെ സോഫ്റ്റായിട്ട് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. എത്ര ചെളി പിടിച്ച ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും ഈ ഒരു ലിക്വിഡ് മാത്രം മതിയിട്ട് ക്ലീൻ ആക്കാൻ. ഇപ്പോൾ ഇവരിത് ഇവിടെ നമുക്ക് മിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് റൂമിൻ്റെ പുറത്ത് മാത്രമാണ് ഇവരിപ്പോൾ ഇതിട്ട് കളിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെളിയുള്ളത്. എന്നാലും ചെളികളുണ്ട്. ഇപ്പോൾ ഇവിടെ മഴ പെയ്തൊക്കെ ഉണ്ട്, നമ്മൾ താഴത്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചെളികളുണ്ടാകും. പക്ഷേ നല്ല ചെളി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. അപ്പോൾ അധികം നമ്മൾ ബലം പിടിക്കുന്നവരുടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഉരച്ചവിടെ വെച്ച് രണ്ടാമത്തെ ഇതേപോലെ തന്നെ സെയിം നമുക്ക് ഉരച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ചെരുപ്പുകൾ ഉണ്ടാവുമല്ലോ, അതും ഇതേപോലെ ലിക്വിഡ് വെച്ച് ഉരച്ച് കഴുകുക. എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് ആ കരിമ്പിനുകളൊക്കെ പോയി കിട്ടും കേട്ടോ. ഇത് വൈറ്റ് ഷൂ ആണ്. അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം വൈറ്റ് ഷൂ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ദിവസം ജസ്റ്റ് അവർ ഗ്രൗണ്ടിലൊന്ന് പോയി കളിക്കും. അപ്പം അങ്ങനെയുള്ള ചെളിലുണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഈ കറുത്ത കടക്ക് നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. വൈറ്റ് ഷൂ ആകുമ്പോൾ നമ്മൾ പുറത്ത് അല്ലെങ്കിലും നോർമലായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഷൂ ആണെങ്കിലും ഏതുതരാണെങ്കിലും ഇതുപോലെ എടുക്കുക, എന്നിട്ട് തേച്ച് കൊടുക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക. കുട്ടികളൊക്കെ എന്തായാലും പുറത്ത് സ്കൂളിൽ പോയിട്ടാണെങ്കിലും നല്ല കളിച്ച് ചെളിയായിട്ട് തന്നെ വൈറ്റ് ഷൂ ഒക്കെ നല്ല ചെളി ഉണ്ടാവും ചിലയിടത്ത്. അപ്പോൾ അതൊക്കെയാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് അരച്ച് കൊടുക്കുക. നമുക്ക് സൈഡിലൊക്കെ അരച്ച് കൊടുത്താൽ ആ കറുത്ത കളറും വൈറ്റ് ഷൂ ആകുമ്പോൾ പെട്ടെന്ന് ചെളിയെടുത്ത് എറിയാലോ. ഇനിയിപ്പോൾ വൈറ്റ് ചെരുപ്പാണെങ്കിലും ഷൂ അല്ല സാധാ ചെരുപ്പാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അരച്ച് കൊടുത്ത് ക്ലീനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ്, ഒരു പണിയില്ല. അപ്പോഴും കാര്യങ്ങളൊക്കെ നമ്മൾ മുറ്റത്ത് കൊണ്ടുപോയിട്ട് കഴുകണതാണ് ഏറ്റവും നല്ലത്. നമുക്കിവിടെ ആകെ ഈ ഫ്ലാറ്റിൽ ഈ ഒരു ബാത്റൂമും ഉണ്ടാവും, അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ പറ്റിയ കിച്ചണും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ ക്യാമറ വെക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് കിച്ചണിൽ നിന്ന് കഴുകുന്നത്. നമുക്ക് ക്ലീനിങ് ചപ്പല കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വാഷിംഗ് ബേസിൽ നിന്ന് കഴുകിയെടുത്താൽ മതി. അല്ല മുറ്റം സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ചപ്പലും കാര്യങ്ങളൊക്കെ പുറത്ത് പോയി കഴുകിയെടുത്താലും മതി കേട്ടോ. നമുക്കിവിടെ ഫ്ലാറ്റിലാവുമ്പോൾ അങ്ങനെയൊക്കെ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അടില്ലേ, നല്ല മാറ്റമുണ്ട്. നിങ്ങൾ ആദ്യത്തെ ചപ്പല കണ്ടതാണല്ലോ. ഷൂ ആണെങ്കിലും കഴുകി എടുക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ചളിയാക്കി വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് ഷൂ ആണെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം ഇട്ട് വന്നാൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും ഇതേപോലെ ക്ലീനാക്കി വെച്ച് നല്ല ക്ലീനായിട്ട് നമുക്ക് ഇട്ട് പോകട്ടോ. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾ ചിലയ്ക്ക് വരുമ്പോൾ ചീത്ത പറയണ്ട. പെട്ടെന്ന് നമുക്ക് ഈ 3 സാധനങ്ങൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്തത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊക്കെ ക്ലീനാക്കി ഒരു പണിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ആ ചെറിയൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക്
എത്ര അഴുക്ക് പിടിച്ച ചെപ്പലും അതുപോലെ കരിമ്പിനടിച്ച ചെരുപ്പാണെങ്കിലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.